ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവർ വിവാഹം കഴിക്കാൻ പാടില്ല, ഒരു നിലക്കും ഒരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് കർശനമായ തീരുമാനമെടുക്കുകയും അങ്ങനെ വിവാഹം കഴിക്കുന്ന നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ ഡിഗ്രി അവസാന വർഷമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാവും. അവരുടെ മാതാപിതാക്കളുടെ ആരോഗ്യനിലയും മറ്റൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല യോജിച്ചൊരു കാര്യം വരുമ്പോൾ മാതാപിതാക്കൾ അതിന് തയ്യാറാവും. ആ സമയത്ത് അതിനെ പൂർണ്ണമായി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചിലപ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയും എന്നല്ല, അങ്ങനെ വിവാഹം കഴിച്ച പെൺകുട്ടികളെ തുടർന്ന് പഠിക്കാൻ അവർക്ക് അവസരം നിഷേധിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മാഷ് പറഞ്ഞതുപോലെ CAC വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി സമസ്തയുടെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുമുള്ളത്. CAC എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണെന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ കീഴിൽ 1986 സ്ഥാപിതമായ വളാഞ്ചേരി മർക്കസ്, ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിലെ ഒരു സ്ഥാപനമാണ് ഈ അറബിക് കോളേജ്. അവിടെ അധ്യാപകനായി നിയമിതനായ ഒരു ഉസ്താദായിരുന്നു ആദർശേരി അബ്ദുൽ ഹക്കീം ഫൈസി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി നടന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പറായിരുന്ന PP മുഹമ്മദ് ഫൈസി, അദ്ദേഹം മലപ്പുറം ജില്ലാ സമസ്തയുടെ സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹവും സമസ്ത മുഷാവറ മെമ്പറായിരുന്ന ഇബ്രാഹിം പുത്തൂർ ഫൈസി, ഇവർ 3 പേരും ചേർന്നുകൊണ്ട് ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കൂടുതൽ ചടുലമാക്കുകയും സജീവമാക്കുകയും ചെയ്തു. സമസ്തയുടെ കീഴിലുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ സമസ്തയെ അംഗീകരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിലേക്ക് ആകർഷിച്ചു. അതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് മുഹമ്മദ് ഫൈസി, PP മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അങ്ങനെ അവരുടെയൊക്കെ ശ്രമഫലമായി പല സ്ഥാപനങ്ങളും ഇതിനോട് അഫിലിയേറ്റഡ് ആവാൻ താല്പര്യപ്പെടുകയും അതിന് ശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ, തീർത്തും സമസ്തയുടെ ഈ വളാഞ്ചേരി മർക്കസിന്റെ കീഴിലായി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് CAC. അതുകൊണ്ട് തന്നെ സമസ്തയുടെ പ്രവർത്തകരൊക്കെ അതിനുവേണ്ടി നല്ലവണ്ണം പ്രവർത്തിക്കുകയും ഒരുപാട് സ്ഥാപനങ്ങൾ അതിലേക്ക് വരികയും ചെയ്തു. എന്നാൽ അതിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ചില സംശയകരമായ ചില പ്രവർത്തനങ്ങൾ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. അതിൻ്റെ ആദ്യ ബിരുദദാന സമ്മേളനം നടക്കുന്നു. ആ ബിരുദത്തിൽ ഇത് സമസ്തയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ്, അതിൽ പഠിച്ചിറങ്ങിയവരാണ് എന്ന് ആ ബിരുദത്തിൽ മെൻഷൻ ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടുകയും ബഹുമാനപ്പെട്ട അതിൻ്റെ അന്നത്തെ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ ശക്തമായി അത് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് ചില സാഹചര്യങ്ങളുണ്ടായി. ചെയ്തിട്ട് പോലും അദ്ദേഹം അതിന് വിസമ്മതിച്ചു. വളരെ ഗൗരവത്തിൽ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ അതിന് താക്കീത് ചെയ്യുന്ന ലെറ്റർ വരെ അയക്കേണ്ടി വന്നു. പിന്നീട് അങ്ങനെ അന്നു മുതൽ തന്നെ സംശയത്തിന് ഇട നൽകുന്ന ചില പ്രവർത്തനങ്ങൾ കണ്ടു തുടങ്ങി. അതിനുശേഷം പിന്നീട് ഇതിന്റെ പ്രവർത്തനങ്ങളെ സ്വതന്ത്രമാക്കാനുള്ള ഒരു ശൈലിയിൽ ഭരണഘടനയിലുള്ള ചില ക്ലോസുകളൊക്കെ മാറ്റം വരുത്തുകയും ആ തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവർ വിവാഹം കഴിക്കാൻ പാടില്ല, ഒരു നിലക്കും ഒരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് കർശനമായ തീരുമാനമെടുക്കുകയും അങ്ങനെ വിവാഹം കഴിക്കുന്ന നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ ഡിഗ്രി അവസാന വർഷമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാവും. അവരുടെ മാതാപിതാക്കളുടെ ആരോഗ്യനിലയും മറ്റൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല യോജിച്ചൊരു കാര്യം വരുമ്പോൾ മാതാപിതാക്കൾ അതിന് തയ്യാറാവും.
ആ സമയത്ത് അതിനെ പൂർണ്ണമായി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചിലപ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയും എന്നല്ല, അങ്ങനെ വിവാഹം കഴിച്ച പെൺകുട്ടികളെ തുടർന്ന് പഠിക്കാൻ അവർക്ക് അവസരം നിഷേധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഏതാനും അതുമായി ബന്ധപ്പെട്ട ചില നിവേദനങ്ങൾ, ചില കംപ്ലൈന്റുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറയിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോൾ സമസ്ത ഔദ്യോഗികമായി ആ വിഷയത്തിൽ ചർച്ചക്ക് ഒരു 7 അംഗ സമിതിയെ നിയോഗിച്ചു. വേറെയും ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുവാനും അദ്ദേഹവുമായി ആ കാര്യങ്ങൾ സംസാരിക്കാനും ഉന്നത നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയെ നിയോഗിക്കുകയാണ്. അവർ പലവട്ടം ഇദ്ദേഹവുമായി സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ കൂടെ പലരും ഉണ്ടാവും, അങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ ആ സംസാരത്തിലൊന്നും ഒരു മറ്റു ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ല നിലയിൽ പരിഹരിക്കപ്പെട്ടു മറ്റു ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇദ്ദേഹം തീരെ ഒരു തരം നെഗറ്റീവായി, തീരെ സഹകരിക്കാത്ത ഒരു നിസ്സഹകരണ സ്വഭാവം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവുകയും ഒരു വേള ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം അവസാനം പറഞ്ഞത്, എന്റെ നിലപാട് അതാണ്, ഈ കുട്ടികൾ ഈ പഠിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് എനിക്ക് തെളിയിക്കാൻ കഴിയും. അതിന് വേണമെങ്കിൽ നിങ്ങളുമായി ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാണ്. സമസ്തയുടെ നേതാക്കളോടാണ് ഈ പറയുന്നത്. ഇത് ഇങ്ങനൊന്നും ചെയ്യേണ്ടുന്നൊരു വിഷയമല്ലല്ലോ. ലോകത്ത് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലും ഇല്ലാത്ത ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇപ്പോ ഡിഫൻസ് പഠന അതിന്റെ വിദ്യാഭ്യാസത്തിലുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ? ബാക്കി വേറെ എവിടെയും നമ്മളിത് കണ്ടിട്ടില്ല.